മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തി ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. കുരുള സാർ എന്തെയാ അങ്ങനെ ഒന്ന് എല്ലാവരും കിട്ടാൻ പാതെ ഷിബിന എന്നൊക്കെ എനിക്ക് ഇപ്പോൾ പ്രദീപ് സാർ കൂടി ഒന്ന് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കട്ടെ. പ്രദീപ് സാർ കൂടി ആ കൺഫ്യൂഷൻ തട്ടി. ഓക്കെ, അടുത്തതായി നമ്മുടെ പുതിയ മെമ്പർമാർ പരിചയപ്പെടുത്തലാണ്. 3 പുതിയതായി മെമ്പർമാർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അവരിൽ 2 പേർ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലൊന്ന് പ്രകാശൻ, പേരവർ യൂണിയൻ ബാങ്കിൽ അർബൻ ബാങ്കിൽ പ്രവർത്തിക്കുന്ന, പേരാവൂർ അർബൻ ബാങ്കിൽ പ്രവർത്തിക്കുന്ന പ്രകാശൻ, അദ്ദേഹം ഇവിടെയുണ്ട്. അടുത്തത് സജി കല്ലുമുതിരക്കുന്ന്. മൂന്നാമത് ഉണ്ണി ചെറിയത്ത്, അദ്ദേഹം ഇവിടെ എത്തിയില്ല. ഉണ്ണി ചെറിയത്ത് അദ്ദേഹം ഇവിടെ എത്തിയില്ല, റിട്ടയർഡ് SI. പുള്ളി വഴിയിലാണ്, കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ 2 പേരെയും വേണ്ടിയിട്ട് നമ്മുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ജയനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കുറച്ചുകൂടി ഇങ്ങോട്ട് അടുത്ത് വന്നു. Mr. Prakashan and Mr. Saji, please raise your right hand and repeat after me. Please raise your right hand and repeat after me. Okay. Repeat after me, okay? I do solemnly promise that I shall faithfully serve the purpose of Senior Chamber International and shall uphold its ideals and principles at all times. ഇവിടെ നിറഞ്ഞിരിക്കുന്ന സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ ലീഡേഴ്സിനെയും സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ റീജിയനിലെ മെമ്പർമാരുടെയും മറ്റ് ആളുകളുടെയും സാന്നിധ്യത്തിൽ ഈ ബഹുമാന 2 വ്യക്തികളെയും, ശ്രീ പ്രകാശിനെയും ശ്രീ സജിയെയും സീനിയർ ചേംബർ ഇന്റർനാഷണൽ പേരാവൂർ കുടുംബത്തിലേക്കും സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ കുടുംബത്തിലേക്കും ഇൻഡക്ട് ചെയ്തതായി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അറിയിക്കുന്നു, ഡിക്ലെയർ ചെയ്തു. നിങ്ങൾ 2 പേരും ഇനി മുതൽ സീനിയർ പ്രകാശൻ ആൻഡ് സീനിയർ സജി എന്നറിയപ്പെടുന്നത്. താങ്ക് യു സർ. teacher.
and he got a master's degree in English and also has a professional degree in education and SET. He worked as a higher secondary teacher in English, secondary teacher of English at Mambara Higher Secondary School for 25 years. And he got many achievements. NSS coordinator of 3 years, presented a seminar in Annamalai University on the role of social media in education, state resource person for both high school and higher secondary in English and IT. Joined SCCI in 1998 as a charter member, secretary during 2022 and 23, treasurer 2023 and 24 in Senior Chamber International Peravur Legion. And he married to Indira. She was also a headmistress of Talamda School and had two children, Gautam, graduate in software engineering in Canada, and Ganga, graduate in forensic science, Yanapaya University, Mangalore. Thank you. I do solemnly swear that I will faithfully execute the office of Peravur City Legion and will to the best of my ability serve as a living example of this organization's philosophy and belief, and will uphold and enforce the constitution and policy of this organization at all times. Senior Chamber International Peravur City Legion 2024-25 വർഷത്തെ പ്രസിഡന്റായി സീനിയർ മനോജ് കുമാർ മാഷെ അവരോധിക്കുകയാണ്. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. മനോജ് മാഷ്, പ്ലീസ് കം ഓൺ ദി സ്റ്റേജ്. Congratulations, Manoj sir. Senior Manoj sir. Thank you, Manoj sir. Now, I invite you to our new President Manoga to make a few words. Respected National Vice President Jayaprakash Babu, PPF, National Director Sri Belli MJ, PPF, our past National President, National Coordinator, PPF Foundation, Professor Prati, immediate past President Manoj Thalapura, Secretary Joe CC, Senior Vice President Shibina Manoj, Secretary Pramila Gobi. Dear friends, ഏറെ സന്തോഷം. പെരാവൂർ ലീജിയൻ്റെ പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തിൽ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു പ്രവർത്തനം സെക്രട്ടറിയുടെ റിപ്പോർട്ടിങ്ങിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നതാണ്. ഈ വർഷം കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും നമുക്ക്. അതിനുവേണ്ടി പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് ലീജിയൻ്റെ മുന്നിലേക്ക് ഒരു പോളിസി മുന്നോട്ട് വെക്കുകയാണ്. പോളിസിയെ ഞാൻ ടുഗദർനെസ്, നാം ഒന്നിച്ച് എന്നുള്ള ഒരു പേരോട് കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പ്രവർത്തനം നമ്മൾ ഒന്നിച്ച് നിന്നുകൊണ്ട് നേടിയതാണ്. നാഷണൽ ലെവലിൽ ഞങ്ങൾക്കറിയാം, ഞാനും മനോജ് താഴപ്പുരയും ഷൊർണൂർ പോയപ്പോൾ ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളവിടെ ഒരു സാന്നിധ്യം ഞങ്ങൾ അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത് എന്നുള്ളത്.
അതുപോലെ ഏത് കോൺഗ്രസിലും ഞങ്ങളുടെ ഒരു സാന്നിധ്യം, പേരാവൂർ ലീജിയൻ്റെ സാന്നിധ്യം ഞങ്ങൾ അവിടെ അറിയിക്കാറുണ്ട്. അതൊരു കൂട്ടായ്മയുടെ ബലമായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടായ്മയാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നാഷണൽ പ്രസിഡന്റ് ചിത്രകുമാർ സാറിൻ്റെ ഒരു പ്രപ്പോസൽ നമ്മുടെ മുമ്പിലുണ്ട്. അതനുസരിച്ച് നമുക്ക് നീങ്ങാം. അതിൻ്റെ കൂടെ തന്നെ പേരാവൂർ വ്യാപാരികളുമായി ചേർന്നുകൊണ്ട്, പേരാവൂർ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് നമുക്ക് പേരാവൂരിനെ എങ്ങനെയൊരു ചെറിയ രീതിയിൽ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു പ്രപ്പോസൽ കൂടി ഞാനിവിടെ നമ്മുടെ ലീജിയനിലേക്ക് വെക്കുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ലീജിയൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഒരു ഔദ്യോഗിക അറിയിപ്പ് കൂടി ഞാനിവിടെ സെറ്റിൽ നൽകുന്നു. അടുത്ത തിങ്കളാഴ്ച നമ്മുടെ ആദ്യത്തെ ഡയറക്ടർ ബോർഡ് യോഗം KTയുടെ ഓഫീസിൽ വെച്ച് ചേരുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് കുറച്ച് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഇതിലേക്ക് വരുന്നുണ്ട്. അവർ കൂടി ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നു. 24-25 വർഷത്തെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒത്തൊരുമയോടുകൂടി നമുക്ക് ഇതിനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലത്തേക്ക് പിടിച്ചിടുന്നു. എല്ലാവർക്കും നമസ്കാരം. KT, Kuruvila CC, Sajeevan M, Devendran, Ramachandran, Aravindarshan, Sashidharan K, Thomas Anthony, Manoj Tharapura, CC Joss, Sebastian, and Tangachan. Manoj Kumar will be the president, and the secretary CC Kuruvila, and treasurer Senior C. Devendra. പേര് വായിച്ചിരിക്കുന്ന ഡയറക്ടർ ബോർഡുള്ള എല്ലാവരും മുന്നോട്ടേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുക. ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ മുന്നോട്ടേക്ക് കടന്നു വരണം. ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കടന്നു വരിക. പുതിയ മെമ്പർമാർ, പഴയ ആൾക്കാർ എല്ലാവരും തന്നെ വരണം. അദ്ദേഹത്തിൻ്റെ അമ്മ. Dear seniors, it is my privilege to introduce our guest speaker today, Rajesh Vaibhav. Hello. Who is a renowned educationalist and gemologist. Rajesh Vaibhav has achieved many accomplishments in his field, including medical and engineering entrance coaching center at Vadagara. Also, he joined the JC at 1994. He was the Millennium President. In Senior Chamber, he decorated almost all the officers in Senior Chamber except National President. Let us hope that he will be the next National President. More than that, he was President of Rotary Club Vadagara 2010, Best President of Rotary District 3202, Excellent President Award in 2012, Zone Champion 2013 and 14, Past General Secretary, Vadagara Citizen Council, Cabinet Secretary and other posts of Rotary International. Personally, he is from Vadagara. He completed his graduation in English Literature. He married, he is son of Kunjiraman and Lashmi Amma, postgraduate in English Literature, married to Nisha, blessed with 2 children, a daughter and a son. His experience, he will share his experience to us about everything. So, I'm not taking much time to speak about him. He will guide us in all our future endeavors. So I request our Secretary General, our guest of honor, to address the audience.
വളരെ സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പുതുതായി പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്ത എൻ്റെ പ്രിയ സുഹൃത്ത് സീനിയർ മനോജ് കുമാർ, അതേപോലെ ഇന്ന് ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡൻ്റായി മാറിക്കഴിഞ്ഞ എൻ്റെ NGBയിലെ സഹപ്രവർത്തകൻ കൂടിയായ മനോജ് താഴേപ്പുര, ഇന്നത്തെ മുഖ്യ അതിഥി വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ NGBയിലെ നാഷണൽ വൈസ് പ്രസിഡൻറ്റ് എൻ്റെ പ്രിയ സഹോദരൻ സീനിയർ അഡ്വക്കേറ്റ് ജയപ്രശാന്ത് ബാബു, അതേപോലെ ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരൻ സീനിയർ ചേംബർ നാഷണൽ ഗവേണിംഗ് ബോർഡിലെ നാഷണൽ ഡയറക്ടർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സീനിയർ PPF ബെന്നി, കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ സർവീസിംഗ് MVP-യും അതേപോലെ ഈ വർഷത്തെ നാഷണൽ കോർഡിനേറ്റർ PPF ആൻഡ് സീനിയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ലയൻസിലും എൻ്റെ ഏറ്റവും അടുത്ത ഞാൻ ഏറെ സ്നേഹിക്കുന്ന സീനിയർ പ്രൊഫസർ CSL CK പ്രദീപ് കുമാർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയ സീനിയർ ചേംബർ കുടുംബാംഗങ്ങളെ, അതേപോലെ SCI സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ മുരിങ്ങോടിയിൽ നിന്നെത്തിയ പ്രസിഡന്റ് സീനിയർ ബാബു, അതേപോലെ ബാബു ജോസ് ടീം അംഗങ്ങൾ, അതേപോലെ സീനിയർ ചേംബർ ഇൻ്റർനാഷണൽ കേരളം പ്രസിഡന്റ് സീനിയർ ഷാജി ജോൺ ആൻഡ് ടീം അംഗങ്ങൾ, അതേപോലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കോഴിക്കോട് നിന്ന് മെട്രോയിൻ്റെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് സജിത് കുമാർ ഞങ്ങളുടെ സാരഥിയായിട്ട് എത്തുന്നത്. മറ്റ് കുടുംബാംഗങ്ങളെ വളരെ ഏറെ സന്തോഷം, വളരെ കാരണം ഞാൻ എപ്പോഴും പറയും ഇൻസ്റ്റലേഷൻ, നാഷണൽ പ്രസിഡന്റ് വിസിറ്റ്, ചാർട്ടർ ഡേ സെലിബ്രേഷൻ, ഇത് മൂന്നാണ് ഒരു സീനിയർ ചേംബർ ലീജിയനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഘോഷത്തിൻ്റെ അവസരങ്ങൾ. അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷം. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന 2 പുതിയ മെമ്പേഴ്സ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു, സീനിയർ സജി ആൻഡ് സീനിയർ പ്രകാശ്. അവരെ 2 പേരെയും ഒരിക്കൽ കൂടെ ഈ ഒരു സീനിയർ ചേംബർ ഫ്രട്ടേണിറ്റിയിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അവരെ ഈ ഒരു സീനിയർ ചേംബർ പ്രസ്ഥാനത്തിൻ്റെ കുടുംബാംഗങ്ങളാവാൻ ക്ഷണിച്ച സ്പോൺസേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതെ, ഞാൻ വിട്ടുപോയി, എന്നെ വളരെ മനോഹരമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് ആൻ്റണി സാറാണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്താൻ കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സീനിയർ ബെന്നി സർ എപ്പോഴും പറയുന്നതാണ് കുറേ പരാധീനതകളുണ്ട് എന്നൊക്കെ. പക്ഷെ ഇന്ന് ഞങ്ങൾ 6 മണിക്ക് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 20-25 പേര് ഇവിടെ സന്നിഹിതരായിരുന്നു. ഇത് ശരിക്ക് എനിക്ക് തോന്നുന്നു ജയപ്രശാന്ത് ബാബുയുടെ ലീജിയനിലോ അല്ലെങ്കിൽ കണ്ണൂർ ലീജിയനിലോ നിങ്ങൾക്ക് ഇത്രയും കൃത്യസമയത്ത് ഇങ്ങനെ ഒരു ക്രൗഡ് കാണാൻ പറ്റില്ല. ആ രീതിയിൽ ഇന്ന് ഈ ഒരു സദസ്സ് സമ്പുഷ്ടമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എന്നെ നോക്കി ഏകദേശം 60 പേര്. ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു എത്ര പേർക്കാ ഫുഡ് പറഞ്ഞതെന്ന്. അപ്പോൾ പറഞ്ഞു 70 പേർക്കാണ്. അപ്പോൾ 60 പേരിലധികം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മഴയൊക്കെ അവഗണിച്ച് സീനിയർ ഓഫ് ചെയ്യുക ഇന്ന് ഈ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് എല്ലാം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നവർക്ക് ഉള്ള നന്ദിയും അവരെ അഭിനന്ദിക്കാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പ്രദീപേട്ടനോട് പറഞ്ഞു അധികം പറയാനൊന്നും വേണ്ട, ഒരു 1.5 മണിക്കൂർ ലേറ്റ് ആയിട്ടല്ലേ തുടങ്ങിയെന്നൊക്കെ. ഇവിടെ നേരത്തെയൊക്കെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് JC-യിൽ ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രെയിനർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുന്നേ ഒരു കുട്ടി വന്ന് ചോദിച്ചു, അങ്കിളിൻ്റെ പ്രസംഗം എപ്പോഴാണ്? അപ്പോൾ ഇയാൾ വിചാരിച്ചു എൻ്റെ പ്രസംഗത്തെ പറ്റി പാരൻസൊക്കെ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും വന്നതെന്ന്. അപ്പം പറഞ്ഞു, എന്താ മോളെ നീ എൻ്റെ പ്രസംഗം അല്ലെ എൻ്റെ പാരൻസ് എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞു ഈ അങ്കിളിൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ ബിരിയാണി കിട്ടുമെന്ന്. അതുപോലെ വേറത്തെ കുറേ കുട്ടികളെ അങ്ങോട്ടും ഓടും
കൊടുക്കാൻ വരുന്നപ്പോൾ ആ കഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതിൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ ഞങ്ങൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ കോർഡിനേറ്റർ ഇവിടെ ഉണ്ട്. എന്നാലും ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആ ഒരു ചർച്ചയുടെ തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2 വർഷം, 3ാമത്തെ വർഷമാണ് നമ്മൾ സീനിയർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിലൂടെ ചെയ്യുന്ന സേവനങ്ങളെ പറ്റി നമ്മുടെ പ്രൊഫസർ CK പ്രദീപ് കുമാർ പറയും. പക്ഷേ 1-2 അനുഭവങ്ങൾ. കഴിഞ്ഞ വർഷം ഞങ്ങൾ വടകര ലീജിയൻ 4 PPF ആണ്. PPF എന്ന് പറഞ്ഞാൽ 5000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൻ്റെ കൂടെ PPF എന്നുള്ള ഒരു PPF എന്ന് വെക്കാം. അതേപോലെ നിങ്ങൾക്ക് ഒരു PPF പിന്നും കൂടെ കിട്ടും. ഇത് നിങ്ങൾക്ക് അഭിമാനത്തോടെ ധരിക്കുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 4 PPF ആണ് സംഭാവന ചെയ്തത് വടകര ലീജിയൻ. പക്ഷേ ഞങ്ങൾ പത്രദ്വാര നമ്മൾ കൊടുക്കുന്ന സ്കോളർഷിപ്പിനെ പറ്റി അറിയിക്കുകയും അതിൻ്റെ അപേക്ഷകൾ ക്ഷണിക്കുകയും, വിശ്വസിക്കില്ല, 5 സ്കോളർഷിപ്പുകളാണ് വടകരയിൽ ഞങ്ങളെ ത്രൂ വന്ന അപ്ലിക്കേഷനിൽ ലഭിച്ചത്. 5 സ്കോളർഷിപ്പിന് 50,000 രൂപയാണ് തിരിച്ച് നമ്മളുടെ ലീജിയനിലേക്ക് തന്നെ വന്നത്. ഒപ്പം ഒരു വീൽ ചെയർ ഞങ്ങൾ കൊടുത്തു. അതിന് 2,500 രൂപ കൂടെ തന്നു. 52,500 രൂപയാണ് നമ്മൾ 20,000 രൂപ കൊടുത്തിട്ട് ഈ ഫൗണ്ടേഷൻ നമുക്ക് തിരിച്ചു തന്നത്. അത്രയും മാജിക്കൽ പവറുള്ള ഒരു സംഭവമാണ് ഈ ഒരു PPF കോൺട്രിബ്യൂഷൻ. ഇതിന്റെ ഉദ്ഘാടനം കൈരളി റിസോർട്ടിൽ കണ്ണൂരിൽ വെച്ച് നടക്കുമ്പോൾ ഒരു കുട്ടി ഈ ചെക്ക് വാങ്ങിയിട്ട് അപ്പം തന്നെ എൻ്റെ കാൽ പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കാൽ പിടിക്കരുതെന്ന് പറഞ്ഞു. ആ കുട്ടി അപ്പം എന്നോട് പറഞ്ഞു കരഞ്ഞുകൊണ്ട്, അങ്കിൾ ഒരു 2-3 ആഴ്ചയായി കോളേജിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടിക്കില്ല, ഫീസ് അടക്കാൻ പൈസ ഇല്ല, ഭയങ്കര ഇൻസൾട്ടിങ് ആയി തോന്നി. ഇപ്പോൾ വളരെ സന്തോഷമായി, എനിക്ക് 2 ദിവസം കൊണ്ട് ഈ ചെക്ക് മാറിയിട്ട് പൈസ അടക്കാതെ തോന്നി. അത്ര നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ ലയൻസിലൊക്കെ നമ്മുടെ പ്രദീപ് സാറൊക്കെ MJF എടുത്തിട്ട്, MJFന് ഞങ്ങൾ കൊടുക്കുന്നത്, ഞാനും MJF ആണ് കൊടുക്കുന്നത്, $1,000 ആണ്. $1,000 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം പ്രതിപെട്ട 84,000 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് MJF കിട്ടിയത്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5,000 രൂപ കൊടുത്താൽ ഒട്ടനവധി ആളുകളെ സഹായം ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് ഉപരിയായിട്ട് എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നമ്മുടെ CK പ്രദീപ് കുമാർ ഇവിടെ സംസാരിക്കും. അതുകൊണ്ട് എൻ്റെ മനോജ് സാറിനോട്, സർ PPF എടുക്കണം. അത്രയും നന്മ ചെയ്യുന്ന ഒരു കാര്യമാണ് PPFിലൂടെ നിങ്ങൾ ചെയ്യുന്നത്. അത് കുടുംബത്തിനൊക്കെ ശരിക്കും ഒരു പ്രാർത്ഥന പല ആളുകളിൽ നിന്നുണ്ടാവുന്ന ഒരു സംവിധാനമാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രസിഡന്റ് മനോജ് കുമാറിനെ പോലെ, സെക്രട്ടറി കുരുവിള സാറിനെ പോലെ, പ്രൊഫസർ രവീന്ദ്രൻ സാറിനെ പോലെ 3 പേര് മാതൃകയായിക്കൊണ്ട് ഇന്ന് ഈ ചടങ്ങ് അവസാനിക്കുന്ന മുന്നേ ഒരു ഔപചാരികതയുടെ പേരിൽ ഒരു പ്രതീകാത്മകമായിട്ട് അതിൻ്റെ കൈമാറ്റ ചടങ്ങ് നടത്തണം. എനിക്ക് ഇന്ന് രാത്രി ഇല്ലേ നാളെ രാവിലെ എൻ്റെ നാഷണൽ പ്രസിഡന്റ് സീനിയർ ചിത്രകുമാർ വിളിക്കുമ്പോൾ പറയണം, പേരാവൂർ സിറ്റി ലീജിയൻ എന്ന 3 PPF നമുക്ക് കിട്ടി എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കില്ല സുഹൃത്തുക്കളെ, ഒരു പേന പോലും, ഒരു ചായ പോലും ഞങ്ങൾ ഈ പൈസയിൽ നിന്നോ അതിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്നോ എടുക്കില്ല. മുഴുവൻ സാധാരണക്കാരായ ആളുകൾക്ക് സഹായം എത്തിക്കാനാണ് ഞങ്ങളിത് കൊടുക്കുക. ഏറ്റവും കാരുണ്യപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ PPF കോൺട്രിബ്യൂഷനിലൂടെ ചെയ്യുന്നത്. അത് ഇവർ 3 പേരും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പില്ലേ? അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പ്രതിഭട്ടൻ പറയും. പിന്നെ ഇതിന്റെ PPFനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ പറയുന്നത്. പക്ഷേ പ്രതിഭട്ടനെ ക്ഷണിച്ച സ്ഥിതിക്ക് അതിൽ ഞാൻ കൈകടത്തുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. മെമ്പേഴ്സിനെ നമുക്ക് കൂട്ടണം. ഈ ലീജിയന്റെ പ്രത്യേകത ഞാൻ നോക്കി, 7 കൊല്ലമായിട്ടുള്ള ലീജിയൻ. ബെനിസർ 3 കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? SCI മുരിങ്ങോടി, SCI കാക്കയനാട് ആൻഡ് SCI കൊലയാട്. 2 നമുക്ക് ഏറ്റവും തലവേദനയുള്ള ഒരു ലീജിയൻ കൂടെയാണ്. അതെന്തായാലും ബെൻസർ, നിങ്ങൾ ഇനി ഫോണിൽ കൂടെ ആയിരിക്കില്ല, ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവരെ പൈസ അടപ്പിക്കാൻ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ഈ മുരിങ്ങോടി ലീജിയൻ എനിക്ക്
റിങ്ങോടി ലീജിയനല്ല, പുതുതായിട്ട് കൊച്ചിയിൽ ഞാൻ ചങ്ങനാശ്ശേരി വെച്ച് നടന്ന PhD സ്കൂളിങ്ങിൽ പറഞ്ഞു, നിങ്ങൾ തെക്ക് ഉള്ള ആ ലീജിയൻസ് ഗ്രോത്ത് ഇല്ലാതെ 20 ലീജിയൻ ഉണ്ടാവും, അടുത്ത വർഷം അത് 18 ആവും. കേരള കോൺഗ്രസിൽ കൊണ്ട് പറഞ്ഞ പോലെയാണ്. അതുപോലെ ആയിപ്പോകും. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് നമ്മളുടെ നോർത്തിലുള്ള വടക്ക് ഭാഗത്തുള്ള ഒരു ലീജിയൻ, പുതിയ ലീജിയൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിന് മുൻകൈ എടുത്ത ബെന്നി സാറിനെയും മുരിങ്ങോട് ലീജിയൻ അതിന്റെ ഓറിയന്റേഷൻ നടത്തിയ പ്രദീപ് സാറിനെയും അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം ഞാൻ ഇന്ന് വരുമ്പോൾ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് വിളിച്ചിരുന്നു. അപ്പോൾ മറ്റൊരു അവസരത്തിൽ പേരാവൂർ സിറ്റിയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകൾ പ്രസിഡന്റിനും ടീം അംഗങ്ങൾക്കും ഒപ്പം ഈ നിങ്ങളുടെ ഈ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നേരണം എന്നുകൂടെ എന്നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. അടുത്ത മാസം 13, 14 തീയതികളിൽ ആലപ്പുഴയിൽ റമദ ഇന്റർനാഷണൽ എന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. റമദയിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഫ്രീ ഉണ്ടെങ്കിൽ പോയി താമസിക്കുകയുള്ളൂ അല്ലേ പ്രതിവേട്ടാ? അവിടുത്തെ റേറ്റ് നമുക്ക് താങ്ങാൻ പറ്റില്ല. ലോകം മുഴുവൻ ഹോട്ടൽ ശൃംഖലയുള്ള ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ് റമദ എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ ഉള്ളത്. അവിടെ നമുക്ക് ഒരു ദിവസം താമസം, ഭക്ഷണം, ട്രെയിനിങ് ഒക്കെ അടക്കം 2200 രൂപ ഒരാൾക്ക്. ശരിക്കും നിങ്ങൾ അവിടുത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കണ്ടാൽ ഒരു സമുദ്രം പോലെയാണ്. ഇത്രയും ഞാൻ മസാല ദോശയൊക്കെ നോക്കുമ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മസാല ദോശ ഉണ്ടാക്കി ഒന്നൊരു ഷേപ്പായിരിക്കും, രണ്ടാമത്തെ വേറൊരു ഷേപ്പായിരിക്കും. ഇത് 1 മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. അത്ര പറഞ്ഞ് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ടീം ചെയ്യുന്ന ഭക്ഷണം ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അതും ട്രെയിനിങ് ഞങ്ങളൊരു വ്യത്യസ്തമാക്കി, ഗെയിംസിലൂടെയുള്ള ട്രെയിനിങ് മാത്രം. നിങ്ങളെ സംസാരിച്ച് നേരത്തെ പോലെ ബിരിയാണിയുടെ കാര്യം പറയിപ്പിക്കാണ്ട് കൊണ്ടു നടക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുമായിട്ട് അത് ഫാമിലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. അതിൽ നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. 100 സീറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ ചാർജുള്ള ജോസ് കണ്ടോത്ത് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 50 പിന്നിട്ട് കഴിഞ്ഞു. കർണാടകയിൽ ഈ ഞായറാഴ്ച PhD സ്കൂളിൽ നടക്കുക, അവിടെ അത് കഴിഞ്ഞിട്ട് മാത്രമേ പ്രൊമോഷൻ ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈ ശനിയാഴ്ചക്കുള്ളിൽ തന്നെ അത് നിങ്ങൾ സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ട് അതിൽ നിങ്ങളെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ ഈ PhDക്കും എൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പേരാവൂർ സിറ്റി ലീജിയനിലെ എല്ലാ ആളുകൾക്കും നന്മകൾ നേർന്നുകൊണ്ട് നേരത്തെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞതുപോലെ ചെറിയ ആഗ്രഹങ്ങളുണ്ട്. അത് നിങ്ങളൊക്കെ കൂടെ അത് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താൻ എനിക്ക് ഇപ്പോൾ പറ്റാത്തത് കൊണ്ട് അത് സാധിപ്പിച്ചു തരാൻ നിങ്ങളുടെ ലീജിയൻ, പേരാവൂർ സിറ്റി ലീജിയൻ്റെ മുഴുവൻ പിന്തുണയും ഇവിടെ വന്ന മറ്റു ലീജിയനിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരുടെയും എല്ലാ പിന്തുണകൾ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സിറ്റി ലീജിയന് ഈ പേരാവൂരും പരിസര പ്രദേശങ്ങളിലും ജനസേവനത്തിലൂടെ അവരുടെ ഹൃദയത്തിൽ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് സിനെ, ജയ്. താങ്ക് യു സീനിയർ രാജേഷ് ബാബു സർ. എന്തായാലും അദ്ദേഹം നമ്മുടെ ഇൻക്ലേഷൻ്റെ കാര്യങ്ങൾ പുതുതായി കൈമാറ്റം ചെയ്തു തന്നെ നമ്മുടെ ചില പാകപ്പിഴകൾ കണ്ടുകൊണ്ടായിരിക്കാം. എന്തായാലും നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് സീനിയർ PPF പ്രൊഫസർ പ്രദീപ്, PNVP നാഷണൽ ഡയറക്ടർ ആൻഡ് PPF ഫൗണ്ടേഷൻ. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അതുകൊണ്ട് സ്വമേധയാ അദ്ദേഹത്തെ ക്ഷണിച്ചു. ആദരണീയനായ പേരാവൂർ സിറ്റി ലീജിയന്റെ പുതിയ പ്രസിഡന്റ് സീനിയർ മനോജ് മാസ്റ്റർ, ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ പ്രിയങ്കരനായ നാഷണൽ വൈസ് പ്രസിഡന്റ് സീനിയർ ജയപ്രശാന്ത് ബാബു, ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സെക്രട്ടറി ജനറൽ സീനിയർ രാജേഷ് വൈഭവ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നാഷണൽ ഡയറക്ടർ സീനിയർ PPF ബെന്നി എൻ ജെ, immediate past president
and the Growth and Development Coordinator, Senior Manoj Tarapura, the newly installed Secretary, Senior C.C. Kurivilla, Treasurer, Senior Ravindran, newly inducted members of the Peravur Legion, family members, Cubs, invited guests of the neighboring legions. A warm good evening to all. നേരത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ പറയുണ്ടായി, ഞാൻ ഗസ്റ്റ് ഓഫ് ഓണറോട് അധികം സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. അത് അദ്ദേഹം വെറുതെ പറഞ്ഞ, വേറൊന്നുമല്ല. ഇദ്ദേഹം ഒരു 3 പേജ് അവിടെ നിന്ന് എഴുതിക്കൊണ്ടുവന്നിരുന്നു വടകരയിൽ നിന്ന്. വരുന്ന വഴിക്ക് ആ കടലാസ് അങ്ങ് മിസ്സായി പോയി പുള്ളിയുടെ. അപ്പൊ പുള്ളിക്ക് കൂടുതലായിട്ട് അവിടെ വർത്താനം പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് എന്റെ പേരിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും കടലാസ് ഇല്ലെങ്കിലും ഒരു 2.5 പേജോളം അദ്ദേഹം പറയേണ്ടായി. അപ്പൊ എനിക്ക് ഇന്നത്തെ ഈ ചടങ്ങില് കീനോട്ട് സ്പീക്കർ എന്ന് പറഞ്ഞൊരു പദവിയാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ഞാൻ പ്രസംഗിച്ചു. ഒന്നാമത് നമ്മൾ ലേറ്റാണ്. പിന്നെ കഴിഞ്ഞ ഒരു വർഷം ഒരു 3-4 പരിപാടികളിൽ എൻ്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടതാണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 1-2 കാര്യങ്ങൾ നേരത്തെ നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണർ സെക്രട്ടറി ജനറൽ സൂചിപ്പിച്ച 2-3 കാര്യങ്ങൾ. കഴിഞ്ഞ വർഷം എന്നെ ഏറ്റവും അധികം എന്ന് പറയുന്നത് എൻ്റെ ഏരിയയിലെ ഏറ്റവും നന്നായി സപ്പോർട്ട് ചെയ്ത ലീജിയനാണ് പേരാവൂർ സിറ്റി ലീജിയൻ. കഴിഞ്ഞ വർഷത്തെ മോസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് നാഷണൽ വൈസ് പ്രസിഡന്റ് അവാർഡ് കിട്ടാനുള്ള 80% കാരണവും പേരാവൂർ സിറ്റി ലീജിയനാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ സന്തോഷവും എൻ്റെ കടപ്പാടും നിങ്ങളുടെ PST മനോജിന് നേതൃത്വത്തിലുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ്, അതേപോലെ പേരാവൂർ സിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ വർഷം അതിലും മികച്ചതാവണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അതിനാദ്യ പടി എന്ന നിലയിൽ ഈ വർഷം നമ്മുടെ നാഷണൽ പ്രസിഡന്റ് എനിക്ക് തന്നിരിക്കുന്ന ചാർജ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല് അല്ലെങ്കിൽ ആണിക്കല്ല് നമ്മൾ പറയുന്ന ഫൗണ്ടേഷനാണ്. നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, എഡ്യൂക്കേഷൻ ആൻഡ് സ്കോളർഷിപ്പ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ വളർന്നാൽ മാത്രമേ നമ്മുടെ പ്രസ്ഥാനം സമൂഹത്തിൽ വളരുള്ളൂ. നമ്മൾ മെമ്പേഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് കൂടി നമ്മുടെ ലീജിയൻസ് കൂടുന്നു, അത് കറക്റ്റാണ്. എന്നാൽ കൂടി നമ്മുടെ ഈ പ്രസ്ഥാനം സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, സമൂഹം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നമുക്കവിടെ കാര്യമായിട്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് ചെയ്യാനായിട്ട് സീനിയർ ചേംബർ ഇന്റർനാഷണലില് വേറെ ഒരു പ്രസ്ഥാനത്തിനും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ ലയൺസിൽ വർക്ക് ചെയ്ത ആളാണ്, വൈസ്മെൻസിൽ ഉണ്ടായിരുന്ന ആളാണ്, JCയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ഒന്നുമില്ല ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ, ഒരു എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മുടെ സീനിയർ ചേംബർ ഇന്റർനാഷണലിൽ മാത്രമാണ്. ഇവിടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഈ പൈസ ഒരു 5000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ വരുന്ന ഈ കളക്ഷൻ കിട്ടിയിട്ടാണ് നമ്മൾ ഈ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ഈ സ്കോളർഷിപ്പും സമൂഹത്തിൽ നമ്മളെക്കാൾ താഴെ തട്ടിലുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന സേവനങ്ങൾ, വീൽചെയർ, സ്വീങ് മെഷീൻ, തയ്യൽ മെഷീൻ ആയിക്കോട്ടെ, കുട്ടികളുടെ സ്കോളർഷിപ്പ് ആയിക്കോട്ടെ, ഇതിനൊക്കെ സബ്സിഡി കൊടുക്കുന്നതും, അതേപോലെ സ്കോളർഷിപ്പ് 10,000 രൂപയാണ് നമ്മളൊരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, നിസ്സാര കാര്യമല്ല. ഇത് കൊടുക്കുന്നത് ഈ ഫൗണ്ടേഷൻ വഴിയാണ്, ഈ ഫൗണ്ടേഷനിൽ കളക്ട് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ നിങ്ങൾ ഡ്യൂസ് കൊടുക്കുന്ന അക്കൗണ്ട് ആയിട്ടൊന്നും ഒരു ബന്ധവുമില്ല ഇതിന്. ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ്. ഓഡിറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകം അക്കൗണ്ടാണ് PPF അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിലെ പൈസ വേറെ ഒരു കാര്യത്തിലും നമ്മൾ വിനിയോഗിക്കില്ല. ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് നമ്മൾ ഈ പൈസ വിനിയോഗിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, കഴിഞ്ഞ വർഷം 2 PPF ആണ് കിട്ടിയത്. ഈ വർഷം നമുക്ക് ഈ ചടങ്ങിൽ തന്നെ നമ്മുടെ PST
PPF നൽകിക്കൊണ്ട് നമ്മുടെ ഫൗണ്ടേഷനെ ഒന്ന് ശക്തിപ്പെടുത്തും. എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്, നിങ്ങളുടെ ഒരു സുഹൃത്തും നമ്മുടെ ഏറ്റവും അടുപ്പം വെച്ച് ഞാൻ പറയുകയാണ്, രവിയേട്ടൻ തന്നെ നോക്കണ്ട, രവിയേട്ടൻ്റെ പഴയ സുഹൃത്താണ്. ഞാൻ കഴിഞ്ഞ മീറ്റിംഗിൽ സൂചിപ്പിച്ചു, എന്താ പറയുക, ഞാൻ ഈ കണ്ണൂര് വന്നിട്ട് 19 വർഷമായി. ആദ്യമായിട്ട് കൊട്ടിയൂര് ദർശനം നടത്തിയത് രവിയേട്ടനുള്ളതുകൊണ്ട് കഴിഞ്ഞ വർഷമാണ്, ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ രവിയേട്ടൻ, അതേപോലെ ഗുരുള സാറ്, അതേപോലെ പുതിയ മനോജ് മാസ്റ്റർ, ഇവരാണ് ആദ്യം ഇന്ന് മാതൃക കാണിക്കുക. പിന്നെ അപ്പൊ എന്നോട് ജോസേട്ടൻ പറയുന്നത്, നിങ്ങൾ എന്റെ പേര് പറയാത്തതെന്ന്. ജോസേട്ടൻ അവിടെ കിടക്കുന്നുണ്ട്, ഒരു തർക്കവും ഇല്ല. ജോസേട്ടന് കഴിഞ്ഞ വർഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് അടുത്ത വർഷത്തേക്ക് വെക്കാം. അതായിക്കോട്ടെ, സന്തോഷം. ഞാൻ പറഞ്ഞു ഓക്കെ, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം തീർച്ചയായിട്ടും നമ്മുടെ ഫൗണ്ടേഷൻ കിട്ടും. പിന്നെ അല്ല, അതെല്ലാം നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എന്റെ കണ്ണൂർ ലീജിയൻ 12 PPF കൊടുത്തു. 12 മെമ്പേഴ്സാണ് കഴിഞ്ഞ. ഞങ്ങളുടെ അവിടെ PPF ഇല്ലാത്ത ആകെ 5 പേരേ ഉള്ളൂ. 35 മെമ്പേഴ്സില് 30 മെമ്പേഴ്സ് PPF ആണ്. 5 മെമ്പേഴ്സിനെ PPF ഇല്ലാത്തേ ഉള്ളൂ. അവർ ഈ വർഷം എടുക്കും. അപ്പോ മാതൃകയായിട്ട് അടുത്ത മീറ്റിംഗിൽ 13-ാം തീയതി എനിക്ക് എഴുന്നേറ്റ് നിന്നിട്ട്, കഴിഞ്ഞ വർഷം പേരാവൂർ സിറ്റി എന്നെ സഹായിച്ച് എന്നെ മുകളിലേക്ക് എത്തിച്ച പേരാവൂർ സിറ്റി തന്നെ, ഇവിടുത്തെ മെമ്പേഴ്സ് തന്നെ PPF മാക്സിമം എടുത്തുകൊണ്ട് അടുത്ത മീറ്റിംഗിൽ, NGB ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ എൻ്റെ അല്ലെങ്കിൽ എനിക്ക് തന്ന ഒരു പോർട്ട്ഫോളിയോന്റെ ഒരു വാല്യൂ അവിടെ കാണിച്ചു കൊടുക്കാൻ സഹായിക്കണം. ഇപ്പൊ പ്രതീകാത്മകമായിട്ട് ചെയ്താൽ മതി നമ്മുടെ സെക്രട്ടറി ജനറലിന്റെ അടുത്ത്. അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം പുതിയ പ്രസിഡന്റ് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് ദയവായിട്ട് ഇപ്പൊ ഒരു അഷുറൻസ് ഒന്ന് കൈവക്കണം നിങ്ങൾ. തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഒരു സമ്മാനത്തിനാണ്. അപ്പോ PPF എടുക്കുന്ന എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഈ വർഷം ഒന്ന് കൈവന്തിക്കാം, എനിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. ട്രഷറർ മോശമാണ് രവിയേട്ടാ. ഇവിടെ സുഹൃത്തുക്കൾ അവിടെ നിങ്ങളൊക്കെ പറ്റുന്നവരാണ്. ഓക്കെ, അവിടെ അല്ല, അത് നമ്മുടെ ഇനി ആൾക്കാർ നമ്മുടെ മെമ്പേഴ്സ് വരിക. ഓക്കെ, ഫൈൻ. അപ്പോ 5 പേരുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ 3, ജോസേട്ടൻ 4, അവിടെ 5. എന്നോട് പറഞ്ഞ തലകുലിക്ക് 5. ഓക്കെ, അപ്പൊ 5 PPF നമ്മളെ ഇവിടെ പേരാവൂർ സിറ്റി. ഓക്കെ, അപ്പോ പേര് പേര് പറയൂ സർ, പേര് പറയൂ. സർ, താങ്ക് യു വൺസ് അഗെയിൻ. പിന്നെ കഴിഞ്ഞ വർഷം മനോജിനറിയാം, നിങ്ങളുടെ ലീജിയൻ ഒരു വീൽ ചെയർ കൊടുത്തിരുന്നു. വീൽ ചെയറിന് കൃത്യമായിട്ട് 2500 സബ്സിഡി കൊടുത്തിട്ടുണ്ട്. ലീജിയനാണ് കൊടുക്കുക, മനോജിനല്ല കൊടുത്തിട്ടുണ്ട്. അതേപോലെ മനോജ് മാസ്റ്റർ ഈ വർഷവും നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. കാരണം ഇപ്പൊ നമുക്ക് 5 PPF എന്നല്ലോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സിഡി കിട്ടും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, PPF കൊടുക്കുന്ന ലീജിയൻസിന് മാത്രമേ സബ്സിഡി ഉള്ളൂ കേട്ടോ. സബ്സിഡി ഈ PPF എടുക്കാത്ത ലീജിയൻസ് നമുക്ക് സബ്സിഡി കൊടുക്കാൻ ഈ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോ മുരിങ്ങോടിയൊക്കെ കഴിഞ്ഞ വർഷം പുതിയതാണ്, ഈ വർഷം ഉഷാറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. മുരിങ്ങോടി, അതേപോലെ കാക്കയങ്ങാട് വന്നിട്ടുണ്ടോ? കേരളം, പിന്നെ നമ്മളെ പഴയ സുഹൃത്ത് ഷാജിമാഷി ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എനിക്ക് തന്ന എല്ലാവിധ സപ്പോർട്ടിനും സ്നേഹത്തിനും അപ്പോ ഈ 5 സുഹൃത്തുക്കൾ ഒന്ന് മുന്നോട്ട് വരിക. ഒരു പ്രതീകാത്മകമായിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം. അത് കവറൊക്കെ ഇവിടെ റെഡി ഉണ്ട്.
So, thank you. Good night. താങ്ക് യു PPF പ്രൊഫസർ പ്രദീപ് സർ. വളരെ ബുദ്ധിപരമായി 5 പേരെ നമ്മുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തു. അടുത്തതായി നമ്മുടെ നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി സീനിയർ PPF ബെന്നി MJ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി സീനിയർ ശശിധരൻ K ക്ഷണിച്ചു. ഓക്കെ, സംസാരിക്കുന്നതിന് വേണ്ടി സീനിയർ PPF ബെന്നി ക്ഷണിച്ചു. ഈ പേരാവൂർ ലീജിയന് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടോ? ബഹുമാന്യ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ മീറ്റിംഗിന്റെ അധ്യക്ഷൻ സീനിയർ മനോജ് മാഷ്, സെക്രട്ടറി സീനിയർ കുരുവിള CC, ട്രഷറർ സീനിയർ രവിയേട്ടൻ, നാഷണൽ വൈസ് പ്രസിഡന്റ് സീനിയർ PPF ജയേട്ടൻ, അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് വൈബ്, നമ്മുടെ മുൻ MVP പ്രദീപ് സാർ, കോർഡിനേറ്റർ മനോജ് താഴപ്പുര, അതേപോലെ നമ്മുടെ നെയ്ബർ ലീജിയൻ എന്ന് പറഞ്ഞ വെരിങ്ങോടി ലീജിയൻ പ്രസിഡന്റ് ആൻറ്റി, കേരള ലീജിയൻ പ്രസിഡന്റ് ആൻറ്റി, സീനിയർ പ്രസിഡന്റ് ഷിബിന, ബഹുമാന്യരായ പേരാവൂർ സിറ്റി ലീജിയൻ മെമ്പർമാരെ കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷപൂർവ്വമാണ് പേരാവൂർ ലീജിയനിലേക്ക് എത്തുക. കാരണം ഞാൻ അസിസ്റ്റ് ചെയ്ത ലീജിയൻ തന്നെയാണ്. ഇത് വളരെ എല്ലാ വർഷവും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് മുന്നേറുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ഞാൻ സാധാരണ പറയുമ്പോൾ അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം പ്രസംഗയുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു, സമയം ലേറ്റായി. എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റി മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം നമ്മുടെ പ്രസിഡന്റ് മനോജ് താഴപ്പുരയുടെ നേതൃത്വത്തിൽ 3 ലീജിയൻ നമ്മൾ പുതിയതായി അസിസ്റ്റ് ചെയ്യുകയുണ്ടായി. വളരെ പേരും പ്രശസ്തിയും അതിലൂടെ പേരാവൂർ ലീജിയൻ ആർജിച്ചു. ഈ വർഷവും ബഹുമാനായ പ്രസിഡന്റ് മനോജ് മാഷ് സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പിൽ തന്നെ എനിക്ക് ഓഫർ പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പം ഇന്റർനാഷണൽ ലീജിയൻ വരെ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മുടെ മനോജ് മാഷ് പറഞ്ഞത്. പേരാവൂർ ലീജിയനെ ഓർത്ത് നമുക്ക് അഭിമാനം കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ബോംബെ, അങ്ങനെ നിരവധി നമുക്ക് ലീജിയൻ്റെ ഓഫർ എനിക്ക് ഇതായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്റേണൽ ഗ്രോത്ത് നമുക്ക് എല്ലാ വർഷവും പുതിയ മെമ്പർമാർ കൂടുന്നുണ്ട്. ഇപ്രാവശ്യം എത്രയാ മനോജൻ ഡ്യൂസ് അടച്ചിരിക്കുന്നത്? ഓരോ വർഷവും നമ്മൾ 10% മിനിമം ഗ്രോത്ത് ഉണ്ടാകും. ഇപ്രാവശ്യം ഉണ്ട്, അതിൽ സന്തോഷമുണ്ട്. ബാക്കി PPFന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ അതിവിദഗ്ധമായി നമ്മുടെ സെക്രട്ടറി ജനറലും പ്രദീപ് സാർ കൂടി 5 PPF ഒപ്പിച്ചു. അപ്പൊ അതിനൊക്കെ വളരെ സന്തോഷമുണ്ട്. കാരണം രജിസ്ട്രേഷൻ ദിവസം തന്നെ മാത്രമല്ല, അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സെക്രട്ടറി ജനറലും MVP ഒക്കെ വളരെ ദൂരത്ത് നിന്ന് ഇവിടെ സഞ്ചരിച്ച് യാത്ര എത്തി പരിപാടി കെട്ടി. അപ്പൊ അവർക്ക് നമുക്ക് അടുത്ത മാസം 13-ാം തീയതി നമുക്ക് നാഷണൽ ഗവേണിംഗ് ബോർഡാണ്. അപ്പോൾ നിങ്ങളുടെ ലീജിയന് എക്സ്റ്റൻഷന് പോയിട്ട് അല്ലെങ്കിൽ രജിസ്ട്രേഷന് പോയിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചാല് വെറും കൈയോടെ അല്ല ഞങ്ങൾ മടങ്ങി വന്നെന്ന് പറയാം. അവർക്ക് ധൈര്യപൂർവ്വം പറയാം. 5 PPF ആണ് പേരാവൂർ ലീജിയൻ കൊടുത്തിരിക്കുന്നത്. അത് എന്തായാലും ശരി, നമ്മുടെ ഈ ഇവിടെ റെക്കോർഡ് തന്നെയാണ്, നമ്മുടെ ഈ ഏരിയയിലെ റെക്കോർഡ് തന്നെയാണ്, അതിന് സംശയമില്ല. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഷന്റെ കാര്യത്തിലും കൂടി ഈ ഒരു ഗ്രോത്ത് വന്നാൽ നമ്മൾ ലാസ്റ്റിലേക്ക്, കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് ലാസ്റ്റിലേക്ക് പോകണ്ട. നമുക്ക് മനോജ് മാഷ് ടീമിനും അത് ഉടനെ തന്നെ നമുക്ക് അതിന്റെ പരിപാടികൾ തുടങ്ങി വെച്ചാൽ മാത്രമേ നമുക്ക് ന്യൂ ലീജിയൻ നമുക്ക് സമയബന്ധമായി നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന്റെ വർക്കുകൾ എവിടെ തുടങ്ങണം, എപ്പോൾ തുടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും ഞാനും ഇവിടുന്ന് മനോജ് റെഡി ആയിട്ടുണ്ട്. എല്ലാ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ ലീജിയൻ വെരിങ്ങോടി സെൻട്രൽ അഭിമാനകരമായ ഒരു നേട്ടം, കൊച്ചിൻ പനമ്പള്ളി നഗർ ലീജിയൻ
ഞങ്ങൾ അഫിലിയേഷൻ അടക്കം ഞങ്ങൾ ഓറിയന്റേഷൻ പ്രദീപ് സാറ്, ഞാൻ, അതേപോലെ തന്നെ മോഹൻദാസ്, അതേപോലെ പിന്നെ നമ്മുടെ മനോജ് തഴപ്പുര, ഞങ്ങൾ 4 പേര് ഇവിടുന്ന് പോയി കൊച്ചി പോയി. അവിടുത്തെ മെമ്പേഴ്സ് 20 പേര് അന്ന് തന്നെ ഉണ്ടായിരുന്നു. നല്ല ഓറിയന്റേഷൻ കൊടുത്തു, അവർക്ക് നല്ല താല്പര്യമായി. അന്ന് തന്നെ അഫിലിയേഷന്റെ പണമടച്ചു. 30-ാം തീയതിക്കുള്ളിൽ 25 മെമ്പർമാരുടെ ഡ്യൂസ് ഫുള്ളായി നൽകിക്കൊണ്ട് അഡ്രസ് ലിസ്റ്റ് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു ജൂലൈ 15-നുള്ളിൽ, ഞാൻ പറഞ്ഞിരിക്കുന്നത് NGPക്ക് മുമ്പായിട്ട് ഇൻസ്റ്റലേഷൻ വേണമെന്ന് പറഞ്ഞു അവരെ സമ്മതിച്ചിട്ടുണ്ട്. വളരെ സന്തോഷിക്കാവുന്ന ഒരു കാര്യം. നമ്മുടെ മലബാർ മേഖലയിൽ നിന്ന് നമ്മുടെ ഏരിയ ബൗണ്ടറി കടന്നുകൊണ്ട് മറ്റ് NPPമാരുടെ ഏരിയ കടന്നുകൊണ്ടാണ് നമ്മുടെ ഈ മുന്നേറ്റം. അപ്പം അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇപ്പം അത് മാത്രമല്ല, നമ്മുടെ പിന്നെ മുരിങ്ങോടി സെൻറ്ററിൻ്റെ ട്രഷററായ മോഹൻദാസ് ഇന്റർനാഷണൽ കൺസർണിലെ ആളാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലടക്കം നമുക്ക് എക്സ്റ്റൻഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഞാൻ ഇതുവരെ പാസ്പോർട്ട് എടുത്തിട്ടില്ല. പാസ്പോർട്ട് എടുക്കേണ്ടി വരും ഉടനെ തന്നെ. പാസ്പോർട്ട് എടുക്കാത്ത വേറൊന്നുമില്ല, എനിക്ക് നാട് വിട്ടു പോകുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് എടുക്കാത്തത്. അപ്പോൾ എന്തായാലും ശരി, വളരെ സന്തോഷകരമായ കാര്യം. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കേളകം ലീജിയൻ, ഞങ്ങൾ കഴിഞ്ഞ വർഷം വർക്ക് ചെയ്ത് വെച്ച ലീജിയൻ ഞങ്ങൾക്ക് മാനന്തവാടിയുണ്ട്, ഷാജിമാഷൂടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ശരി അടുത്ത മാസം അതിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് ഞങ്ങൾ ദ്വാരക മാനന്തവാടി ലീജിയൻ അതിൻ്റെ വർക്കുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ വർഷം അത് കൂടാതെ തന്നെ ഷാജി മാഷ് ഒരു ലീജിന് കൂടിയെങ്കിലും എനിക്ക് എക്സ്റ്റൻഷൻ സംഘടിപ്പിച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ എല്ലാ ലീജിയനിലും മലബാർ മേഖലയിലാകെ എനിക്ക് ഇന്റർനാഷണൽ ചാർജ് തന്നെയാണ് ഉള്ളതെങ്കിലും ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് കൂടുതൽ ലീജിയൻ നമ്മുടെ ഏരിയയിൽ വളർന്നു വരുവാൻ സാഹചര്യം ഉണ്ടാകട്ടെ. നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാം. എല്ലാവിധ ആശംസകളും പുതിയ ടീമിന് നേരുന്നു. കഴിഞ്ഞ വർഷം ഉന്നതിയിലേക്ക് നയിച്ച ടീമിനും എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദരണീയരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, പെരാവൂർ ചേംബറിൻ്റെ കുടുംബാംഗങ്ങൾ, സീനിയർ റീജിയനിലെ കുടുംബാംഗങ്ങൾ, എനിക്ക് ഇന്നൊരു മഹൻ വ്യക്തിത്വത്തെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്, നാഷണൽ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ളതും അനുഭവമുള്ളതും അദ്ദേഹമാണ്. അയാളെ കുറിച്ച് ചെറിയൊരു സംക്ഷിപ്ത രൂപം ഞാനിവിടെ പറയുന്നു. This gentleman is hailing from Balusheri, born in 1972 as the son of Sri Shekhar Mara and Sulojana teacher. Completed law in JSS Law College and he is practicing as a lawyer in Calicut District Court for the last 28 years, handling civil and criminal matters. He is also an advocate, notary of the Government of India since 2008. He is the best district youth organizer award winner of Nehru Yuva Kendra in 2000. He was selected for the Promising Voiska South Indian Leader Award for Voiska International in the year 1922. He was also the best charter president of Voiska International in the year 2022. He is the former president of JCI Balusheri chapter in the year 2013 and got elected as zone vice president of JCI in India zone 21 in the year 2014. He has served as ZGB coordinator in different posts of JCI in India from 2015 to 2020. He got elected as the president of Rotary Club of Calicut City 2021 and got the Golden Plaza Award from Rotary International, president for extending 5 clubs. He also served in the post of secretary and president of Lions Club International Calicut Metro. Under his leadership, Kozhikode Metro Region of Senior Chamber International was formed. He is the charter member and the charter secretary of Kozhikode Metro Region.
he became the president of SCI Kozhikode Metro in year 2023, and that year he was awarded the Outstanding Regional President Award from National President. In 2023, he served as NGB coordinator of SCI. Now he became elected as NVP Area CEO of SCI. He is now residing at Kozhikode Kottudi, and he is married to Dr. Smita, who is a veterinary doctor, and he is blessed with 2 daughters, Gauri Jai Prashant and Gayatri Jai Prashant. Ladies and gentlemen, I am proudly introducing our today installing officer and the National Vice President, Area C, SNA Advocate K. Jai Prashant Babu. Thank you. Now I request you to our National Vice President to make an address. വേദിയിലെയും സദസ്സിലെയും ബഹുമാനിലെ സുഹൃത്തുക്കളെ, എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം. കാരണം സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തിൽ എന്നോടൊപ്പം ഇരിക്കുന്ന NGB മെമ്പേഴ്സൊക്കെ എന്നേക്കാൾ എത്രയോ സീനിയേഴ്സ്. അവരോടൊപ്പം ഞാൻ ഇന്ന് ചീഫ് ഗസ്റ്റായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ അത് സീനിയർ ചേംബർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രോട്ടോകോളിൻ്റെ അല്ലെങ്കിൽ ആ സംഘടന മികവ് കൊണ്ടാണ്. നമുക്കറിയാം, അവസരങ്ങൾ നമ്മളെ തേടി വരും. ഒറ്റ പ്രാവശ്യം വരും ഒരവസരം. പഠിക്കാനുള്ള അവസരം, കളിക്കാനുള്ള അവസരം, എന്തിനും അവസരങ്ങൾ വരും. ആ അവസരത്തിൽ കയറി പിടിച്ചാൽ നാം രക്ഷപ്പെടും. ഒരു ബസ് നമ്മളെ മുന്നിൽ വന്നു, നമ്മളതിൽ കയറുന്നു, നമ്മൾ പോകുന്നു. ചില സമയത്ത് നമ്മൾ ആരോട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നു, ബസ് വരുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ബസ് പോകുന്നു, നമ്മൾ കയറുന്നില്ല. അപ്പോൾ അതുപോലുള്ള അവസരങ്ങൾ, സംഘടനാപരമായ ഒട്ടേറെ അവസരങ്ങൾ കിട്ടിയപ്പോഴൊക്കെ ഈ സീനിയർ ചേംബറിന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആവാനുള്ള ഒരു അവസരം ലഭിച്ചു. ഈ സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനം കോവിഡ് കാലത്ത് അന്നത്തെ ഒരു NVP ഇതേപോലെ ഒരു എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് GND ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് സംഘടന തുടങ്ങിയത്. അന്ന് എല്ലാവരും വർഗീസ് വൈദ്യൻ സാറും ഒരുപാട് ലീഡേഴ്സ് അവിടെ മാസ്ക് ഒക്കെ ഇട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ IPP സൈറ്റ് ഇവിടെ. അപ്പം അന്ന് വേണമെങ്കിൽ, കാരണം അന്ന് എൻ്റെ വൈഫ് അടക്കം ചോദിച്ചു, ഈ കോവിഡ് മഹാമാരിയിൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് പ്രാന്താണോ ചോദിക്കുന്നത്. സത്യം പറയാനും എൻ്റെ വീട്ടിൽ 2 വഴിയുണ്ട്. ഒന്ന് ഓഫീസിലേക്ക്, എൻ്റെ വക്കീൽ ഓഫീസിലേക്കുള്ള വഴി, ഒന്ന് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ മുന്നിലത്തെ ഡോറൊക്കെ അടച്ചു വെച്ചോ, ഞങ്ങൾ മോള് കൂടി പോയിക്കോളാം. ഞങ്ങൾ 20 പേര് ചേർന്നു മീറ്റിംഗ് നടത്തി. പക്ഷെ എന്തോ അറിയില്ല, മീറ്റിംഗ് തീരുന്നതിന് മുന്നേ ഭാര്യ അകത്ത് കൂടി വാതിൽ തുറന്ന് എല്ലാവരെയും വീട്ടിനകത്ത് ഞങ്ങൾ സ്വീകരിച്ചു. പ്രോട്ടോകോളൊക്കെ മറന്നുകൊണ്ട് ആ ഒരു അവസരം, അല്ലെങ്കിൽ അവിടെ ആ പ്രദേശത്ത് സീനിയർ ചേംബർ ഉണ്ടാവില്ല. ജയപ്രശാന്ത് ബാബു എന്ന് ഞാൻ സീനിയർ ചേംബർ പ്രസ്ഥാനത്ത് നിങ്ങളോട് എത്തുവരില്ല. അതേപോലെ പേരാവൂർ ഇൻസ്റ്റാളേഷൻ ഞാൻ എത്രയോ തവണ മനോജ് സാറോട് പറഞ്ഞു, നമുക്ക് എന്നാ കറക്റ്റ് ഇന്നത്തെ ദിവസമാണ് വന്നത്. ഇന്നത്തെ ദിവസം വായനാ ദിനമാണ്. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ച് വളർന്നാൽ വളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇവിടെ നമ്മളെല്ലാവരും എന്താണ്, വായിച്ച് വളർന്ന് വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ പ്രോട്ടോകോളിൽ അവരുടെ കാര്യങ്ങളാണ് പറഞ്ഞെങ്കിലും MVP എന്ന നിലയിൽ ഞാൻ 12 ഇൻസ്റ്റാളേഷൻ എൻ്റെ ലീജിയൻ നടത്തി. ഇന്നലെയും എന്നെ സെക്രട്ടറി സാർ ചോദിച്ചു, എത്ര PPF ആവും നിങ്ങൾക്ക് മൊത്തം? ഇതുവരെ 4 PPF 12 ലീജിയന് വന്നിട്ടുള്ളൂ. ഇന്ന് 5 എണ്ണം ഈ ലീജിയൻ ഒറ്റയടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ലീഡേഴ്സാണ്. അവരോട് ഒരു MVP എന്നതിലുള്ള എൻ്റെ സന്തോഷം രേഖപ്പെടുത്താണ്. പേരാവൂർ ലീജിയനോട് ഞാൻ എല്ലാ സ്ഥലത്തും ഇൻസ്റ്റാളേഷൻ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്യാറില്ല PPF-ന്. അതൊക്കെ സീരിയസ് ആയി അവർക്ക് അതിനൊരു മർമ്മമുണ്ട്. ഞാൻ വിചാരിക്കും, ഞാനേതാ കേരള കമ്പോസിൻ്റെ മനോജ് മാഷ് ഞാൻ രാമനാട്ടുകാരെ കണ്ടു. ഞാനോട് ചോദിച്ചു, രാമനാട്ടുകാരെ നമുക്ക് MP-ന് മുന്നിൽ നിന്ന് എടുത്താലോ? പിന്നെ എടുക്കാം. ഓക്കെ, ആരെയും ബുദ്ധിമുട്ടിക്കാത്തൊരു പ്രകൃതമാണ്. പക്ഷേ എങ്ങനെ എന്താണ് നമ്മളെ മാവിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിട്ട് നോക്കി നിന്നിരിക്കാൻ, അത് പിടിച്ച് കുലുക്കി തള്ളിയിട്ടാലേ നമുക്ക് കിട്ടൂ. അതിന് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം എന്നുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അസാധ്യമായ ഒന്നുമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച എബ്രഹാം ലിങ്കൻ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്? ജയിച്ചുകൊണ്ടല്ല പഠിപ്പിച്ചത്, അദ്ദേഹം തോറ്റുകൊണ്ടാണ് നമ്മൾ അനുഭവമായത്. ഓരോ വർഷവും ഓരോ ഇലക്ഷൻ നിൽക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും തോറ്റുപോയി.
പക്ഷെ അവസാനം അദ്ദേഹം ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചു, അദ്ദേഹം വിജയിച്ചു. അപ്പൊ ആ വിജയമാണ് പരാജയപ്പെട്ട ആൾക്ക് പോലും തിരിച്ചു വരാനുള്ള ഈ ലോകം, ഈ മനോഹരമായ ലോകത്ത് എല്ലാവർക്കും അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞ പോലെ എത്രയോ സീനിയേഴ്സ് ഇവരൊക്കെ ഓരോരോ മേഖലയ്ക്കുമ്പോൾ നമുക്കും ഇതേപോലെ ഇവിടെ സൂചിപ്പിച്ച പോലെ റോട്ടറിയിലും ലയൻസിലും ഒരുപാട് സംഘടന ഞാൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ PPF എന്നത് നമ്മുടെ കൺമുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ NPയുടെ 5 പ്രധാന, അതൊക്കെ ഇവിടെ നമുക്ക് NPയുടെ ഇതിൽ വീൽ ചെയർ, തുന്നൽ മെഷീൻ കൊടുക്കുന്നത്, സ്വച്ഛ ഗംഗ പദ്ധതി, കുടിവെള്ള പദ്ധതി, സേവ് ദ പ്ലാനറ്റ്, അങ്ങനെ ഈ 5 പദ്ധതികളിലൊക്കെ തന്നെ ഈ സീനിയർ ചേംബർ എന്ന മഹത്തായ പ്രസ്ഥാനത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ വളർന്നു വരാനും പഠിക്കുവാനുമുണ്ട്. ഈ പ്രസ്ഥാനമാണ് നമ്മളെ അടുപ്പിക്കുന്നത്. നമ്മൾ ഓരോ വിദ്യാർത്ഥികളോട് നമ്മൾ പറയും നിങ്ങൾ പഠിച്ച് നല്ലവരാകാൻ പറയുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ സമൂഹ പ്രതിബദ്ധതയുള്ള ആളുകളായിട്ട് മാറണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷമൊക്കെ പല പല സ്ലോഗനുകളാണ്. നമ്മളെ കഴിഞ്ഞ മുൻപത്തെ NPയുടെ ഗോ ഫോർ ഗോൾഡ്, ഹൈ ഫ്ലൈ, ഉയരത്തിൽ പറക്കുക. ഇപ്പം നമ്മൾ ബി പോസിറ്റീവ്, നമ്മളെ ചിത്രകുമാർ സാർ ബി പോസിറ്റീവാണ്. ഹെൽപ്പ് അതേഴ്സ്, ആ ഹെൽപ്പ് അതേഴ്സിന് വേണ്ടിയാണ് നമ്മളൊക്കെ. ഇന്ന് ഇങ്ങോട്ട് വരുമ്പം തന്നെ എന്നോട് സെക്രട്ടറി സാർ പറഞ്ഞിട്ടുണ്ട്, ഏത് മലയോര മേഖലയിൽ PPFനൊക്കെ ലക്ഷം പ്രയാസമുണ്ടെന്ന് ബെന്നി സാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു പിടുത്തം പിടിച്ചു നോക്കണം. എങ്ങനെ അറിയില്ല, ഞങ്ങളൊക്കെ ആരും പ്ലാനായിട്ടൊന്നും സംസാരിച്ചതല്ല. പക്ഷെ എല്ലാവരും മൈക്കിനിട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും PPFിലേക്ക് കയറി പിടിച്ചു. നിങ്ങളുടെ നല്ല മനസ്സ് അത് അംഗീകരിച്ചു. നമുക്ക് ആ ഒരു മാറ്റം, ആ ഒരു പുരോഗതി നമുക്കുണ്ടാവും. പേരാവൂർ ലീജിയൻ കഴിഞ്ഞ സാധാരണ നമ്മൾ NVPന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ അടുത്തതിൽ പുതിയ NVP ഉണ്ടാവും. അപ്പം പുതിയ സാറിന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയ സാറിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 1 വർഷക്കാലം പുതിയ സാറും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിട്ട്, അല്ലെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാവരും മാറിക്കും. അപ്പോൾ ഇന്ന് അദ്ദേഹം വന്നതിനും നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചതിലും ഒരു NVP എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പോൾ അതാണ് സർവീസിങ് NVP ആണ്. അതേപോലെ ഞാനിപ്പം പറഞ്ഞ പോലെ കോഴിക്കോടാണെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. നിങ്ങളുടെ ഒരു വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു NVPയായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മറ്റു ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. വളരെ സന്തോഷകരമായ ഈ അവസരത്തിൽ ഇവിടെ കയറി വരുമ്പോൾ നല്ല മഴയാണ്. മഴ നല്ല ശുഭശകുനമാണ്. എല്ലാ കാര്യത്തിനും നമുക്കിനി കൂടുതൽ എക്സ്റ്റൻഷൻ ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. പേരാവൂർ ലീജിയൻ, അതോടൊപ്പം കേളകം, ഒരുപാട് ഈ മേഖലയിൽ എനിക്കിത് ആദ്യം ഈ പ്രദേശത്ത് ചിലപ്പോൾ ശ്രീകണ്ഠാപുരം, കേളകം, പേരാവൂര്, പയ്യാവൂര് കേൾക്കുമ്പോൾ എനിക്ക് ബേജാറായിരുന്നു. കാരണം ഞാൻ ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഇങ്ങോട്ട് വരണം. അതേപോലെ മലപ്പുറം ഭാഗത്തേക്ക് പോയാൽ പൂക്കാട് പാടം, വാണിയമ്പലം, നിലമ്പൂര്, ഞാൻ ഇത് ഒരു ഓട്ടപ്പാച്ചിലാണെന്നാണ്. പക്ഷേ ഈ പ്രദേശങ്ങളിലെല്ലാം വന്നു നോക്കുമ്പോൾ നിങ്ങളെ പോലെയുള്ള ആളുകളെ കാണുവാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഇപ്പം ബെന്നി സാർ പറഞ്ഞ പോലെ പാസ്പോർട്ട് എടുത്താൽ വിദേശത്ത് പോകാൻ പറ്റും പോലെ ഈ ലീജിയനുകൾ എനിക്ക് തന്നിട്ടില്ല. എൻ്റെ കോഴിക്കോടുള്ള കുറേ ലീജിയൻ തന്നാൽ ഞാൻ അവിടെ കുത്തിട്ട് കിണറ്റിലെ തവളയായി മാറുന്ന എന്നെ ഒരു കടലിലെ ഒരു തിമിംഗലമായിട്ടോ അല്ലെങ്കിൽ മത്സ്യമായിട്ടോ മാറാൻ ഈ പ്രസ്ഥാനം സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് സീനിയർ ചേംബർ ഇന്റർനാഷണൽ. നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ നിന്ന് പങ്കെടുക്കാൻ സാധിച്ച സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് സീനിയർ ചേംബർ. വേണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് ഏവർക്കും സുഖിതനായ ആളാണ് ശ്രീ സർ. അതുകൊണ്ട് തന്നെ കൂടുതൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആദരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ ലീജിയൻ പ്രസിഡന്റായ മനോജ് താഴെയാണ്. അപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൃഥ്വി സാറെ ക്ഷണിക്കുകയാണ്. ആദരവ് നൽകുന്നതിന് വേണ്ടി മനോജ് സാറേയും വേദിയിലേക്ക് ക്ഷണിക്കുക. അടുത്തതായി വേദിയിൽ ആദരിക്കുന്നത് നമ്മുടെ എല്ലാമായ നമ്മുടെ ഈ ലീജിയൻ്റെ പ്രസിഡന്റായ മനോജ് താഴെപ്പുരയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യം, നാഷണൽ ലെവലിൽ പോലും ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആളാണ്. അദ്ദേഹ
മനോജ് സാറെ ആദരിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയായ നാഷണൽ വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ബാബു സാറാണ്. മനോജ് സാറിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് നമ്മുടെ ലീജിയൻ നൽകുന്ന ആദരവ് ഏറ്റുവാങ്ങിക്കുന്നതിന് വേണ്ടി മനോജ് സാറെ ക്ഷണിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുക. അടുത്തതായി നമ്മുടെ ലീജിയനിലുള്ള കുട്ടികൾ, അതായത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള മക്കൾക്കുള്ള അംഗീകാരമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ എന്തിനാണ് പറയുന്നത്, നമ്മുടെ മനോജ് സാറിൻ്റെ പുസ്തകം തന്നെയാണ് അതിൻ്റെ ഭാഗ്യം വന്നിട്ടുള്ളത്. കഴിഞ്ഞ SSC പരീക്ഷയിൽ 7 A+ഉം 2 A ഗ്രേഡോടുകൂടി നല്ലൊരു നിലവാരം കാഴ്ചവെച്ച നമ്മുടെ ആകർഷ് മനുവിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് അപ്പൊ അമ്മ കൈപ്പറ്റിയാ ആദരവ് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ബെന്നി സാറെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സാർ. അവരെ ക്ഷണിക്കുകയാണ്. മാതൃ ലീജിയൻ കൂടിയായ പേരാവൂർ ലീജിയൻ്റെ ഉയർച്ചയിൽ അഭിമാനിക്കുന്നു. അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. സംസാരിക്കുന്നതിന് വേണ്ടി സീനിയർ ഷാജി, പ്രസിഡന്റ് ഓഫ് കാക്കയങ്ങാട് ലീജിയൻ ക്ഷണിക്കുക. ലീജിയൻ ഷാജി സാർ, എനിക്കറിയാം. ഓക്കെ. കുടിയങ്ങൾ കഴിഞ്ഞ വർഷം വളരെ ഗംഭീരമായി പ്രവർത്തിച്ച് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ പേരെടുത്ത മനോജ് താഴെപ്പുരയ്ക്ക് ശക്തനായ പിൻഗാമിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. മനോജ് താഴെപ്പുരയെ അനുമോദിക്കുന്നു. പിൻഗാമിക്ക് എല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. നമുക്ക് ഒന്നിച്ച്, ഞങ്ങൾ പല സുഹൃത്തുക്കളാണ്, പല ഈ യാത്രകൾ ഒന്നിച്ച് നടത്തിയിട്ടുണ്ട്. ഇനിയും നല്ല സുഹൃത്തിൽ പോകാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ആശംസ. താങ്ക് യു. സീനിയർ രാജീവ്, പ്രസിഡന്റ് കാക്കയങ്ങാട് ലീജിയൻ ക്ഷണിക്കുക. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി കാലിക്കറ്റ് മെട്രോ സീനിയർ സജിത് കുമാർ, IPP കാലിക്കറ്റ് മെട്രോ ലീജിയൻ. സീനിയർ ചേംബർ ഇന്റർനാഷണലിൻ്റെ പേരാവൂർ സിറ്റി ലീജിയൻ്റെ, കോഴിക്കോട് മെട്രോ ലീജിയൻ്റെ എല്ലാവിധ ആശംസകളും. സീനിയർ ക്ലിനിക് പേരാവൂർ സിറ്റി ലീജിയൻ പ്രസിഡന്റ് ശ്രീമതി ഷിബിന മനോജ്. കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വൈകിയത് കൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പ്രസിഡന്റ്. ഞാൻ നേരത്തെ സംസാരിച്ചു പറയാൻ വിട്ടുപോയതാണ്. സന്തോഷകരമായ ഒരു വാർത്ത കൂടി നമുക്കുണ്ട്. നമ്മുടെ ബഹുമാനായ സെക്രട്ടറി ജനറൽ രാജേഷ് വൈബ് നമ്മളെ അടുത്ത വർഷം നാഷണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തെ കരുത്തുറ്റതാക്കി മാറ്റാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനശൈലി നമുക്കറിയാം. എത്രയോ വർഷമായി നാഷണലിലെ വളരെ പല പോർട്ട്ഫോളിയോയിലും, ഏത് പോർട്ട്ഫോളിയോ എടുത്താലും വളരെ വിജയകരമായി പൂർത്തിയാക്കി നടപ്പിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ പ്രസിഡന്റായി നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വന്ന് വിജയിച്ച് നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ നാഷണൽ പ്രസിഡന്റ് ജയപ്രകാശ് ബോസർ ക്ഷണിക്കുക.
facilities to our Rajesh Vaibhav sir. Pradeep sir. Benny sir. Dignitaries on the dais and വിശിഷ്ട ഇന്നത്തെ പ്രോഗ്രാമിന് ക്ഷണിച്ച വിശിഷ്ട അതിഥികളെ, ഫാമിലി മെമ്പേഴ്സ്, സമയം ഏറെ വൈകിക്കൊണ്ട് ഒരു ദീർഘമായ നന്ദിപ്രകടനത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. എങ്കിലും നമ്മുടെ റീജിയണിൽ നമ്മുടെ ഡിസ്റ്റാലേഷൻ സെറിമണിയിലും കുടുംബയോഗത്തിലും വളരെ ദൂരം അവിടെ നിന്ന് യാത്ര ചെയ്ത് നല്ല മഴയിൽ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ എത്തിയ അതിഥികൾക്ക് നമ്മളുടെ നന്ദി അറിയിക്കാതിരിക്കുന്നത് നമ്മുടെ ലീഗിനെ സംബന്ധിച്ചോളം വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് ഈ കടമയിലേക്ക് ഞാൻ കിടക്കട്ടെ. ആദ്യമായി നന്ദി അറിയിക്കേണ്ടത്, അതായത് ഇപ്പോഴത്തെ പ്രസിഡന്റും പഴയ പ്രസിഡന്റും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീ മനോജ് കുമാറാണ് രണ്ടുപേരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇവിടെ ചെയർ ചെയ്യുന്ന നമ്മുടെ മനോജ് കുമാർ കെ ആണ്. മനോജ് കുമാർ കെയ്ക്ക് ഈ ലീഗിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വളരെ ദൂരം കഷ്ടപ്പെട്ട്, അതായത് കോഴിക്കോട് നിന്ന് ഇവിടം വരെ എത്തി നമുക്ക് വേണ്ടി നല്ലൊരു പ്രഭാഷണം നടത്തി തന്ന നമ്മുടെ അഡ്വക്കേറ്റ് ജയപ്രസാദ് ബാബു നാഷണൽ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിനും ഈ ലീഗിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമുക്ക് നമ്മുടെ നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ഗസ്റ്റ് ഓഫ് ഓണറായി വന്നിട്ടുള്ള PPF രാജേഷ് വൈഭവാണ്. ജനറൽ സെക്രട്ടറി ജനറലാണ് അദ്ദേഹം. ബെന്നി സാർ സൂചിപ്പിച്ച പോലെ അടുത്ത വർഷത്തെ നാഷണൽ പ്രസിഡന്റ് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അഡ്വാൻസ് കൺഗ്രാജുലേഷൻസ് സാർ. അദ്ദേഹത്തിനും നമ്മുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. ഇനിയെന്ന് പറയാനുള്ളത്, നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമുക്ക് വേണ്ട ഗൈഡൻസും എല്ലാ വിവരങ്ങളും തന്ന് നമ്മളെ സഹായിക്കുന്ന ബെന്നി സാറാണ്. ബെന്നി സാറിനെ പറ്റി ഒരാൾക്കും പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് പോയപ്പോൾ ഞാൻ സംസാരിച്ച് പറയുകയാണ്, ഭയങ്കര മഴയായിരുന്നു, എങ്കിലും വരാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് വന്നതാണ്. അദ്ദേഹത്തോട് നമുക്കുള്ള കടപ്പാട് ഈ ലീഗിൻ്റെ പേര്, സീനിയർ ചേംബർ പേരാവൂർ ടൗൺ ലീഗിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ പ്രദീപ് സാറാണ്. PPF പ്രദീപ് സാറ്, പ്രൊഫസർ പ്രദീപ് സാറ്. അദ്ദേഹം നമ്മുടെ ലീഗിൽ പല ഫംഗ്ഷനിലും വന്നിട്ട് നമുക്ക് നല്ല പ്രഭാഷണം തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സമയക്കുറവുകൊണ്ടായിരിക്കാം അദ്ദേഹം നമ്മുടെ പഴയ പോലത്തെ ഒരു എംഫസൈസ് ചെയ്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് സമയക്കുറവുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നല്ലൊരു പ്രഭാഷകനാണ് അദ്ദേഹം. നല്ല കാര്യങ്ങൾ കുറേ നല്ല ആശയത്തോടു കൂടി നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് നമ്മുടെ പേരാവൂർ റീജിയൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമുക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മനോജ് താഴപ്പരയാണ്. പാസ്റ്റ് പ്രസിഡൻ്റാണ്. പേരാവൂർ ലീഗിനെ ഈ നിലയിലേക്ക് എത്തിച്ചതിൽ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് അവരുടെ സ്വന്തം സമയവും എല്ലാം നഷ്ടപ്പെടുത്തി ഈ ലീഗിന് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അതിന് ഇറങ്ങിത്തിരിക്കാൻ ഉള്ളൊരു സന്മനസ് ഉണ്ടായിരിക്കണമല്ലോ. ശരിയൊരു ലീഗനാണ് അല്ലെങ്കിൽ ഒരു ചേംബറാണ്, അത് നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇന്ന് ഈ സ്ഥിതിയിലാകില്ലായിരുന്നു. ഈ രീതിയിൽ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചേംബറായി ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിച്ച മനോജ് താഴപ്പരെ ഹാർദമായി ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇനിയുള്ളത് മറ്റ് ലീഗിയൻസാണ്. നമ്മുടെ നേതൃത്വത്തിൽ 4 ലീഗിയൻസ് കഴിഞ്ഞ വർഷം സ്ഥാപിക്കുകയുണ്ടായി. അതിലൊന്ന് മുരിങ്ങോടി, കോളയാട്, കാക്കയങ്ങാട്, കേളകം. ഈ ലീഗിയനെ റിപ്രസെൻ്റ് ചെയ്ത് ഇവിടെ
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. സമയക്കുറവ് പോലെ ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പ്രത്യേകം പറയുന്നില്ല. വന്നവർക്ക് പേരാവൂർ ലീഗിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ മറ്റു ഒരു രീതിയാണ്, അതായത് നമ്മുടെ ആൾക്കാർ വരാത്തൊരു രീതിയാണ് കേരളം. കേരളത്തിൽ നമ്മുടെ ശിശേഷ് മാഷ് വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പോയിരുന്നു. കോഴിക്കോട് പ്രോഗ്രാമിന്, ഇൻഡക്ഷൻ പ്രോഗ്രാമിന് പോയിരുന്നു. ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ MC പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് നമ്മുടെ രാമചന്ദ്രൻ മാഷും അരവിന്ദാക്ഷ സാറുമാണ്. അവർക്ക് ഈ ലീഗിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ റിസപ്ഷനിൽ സീമർ ഇരുന്നത് ശിവല ഗോപി, അവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഫുഡ് അറേഞ്ച്മെൻറ്റ് ചെയ്തത് നമ്മുടെ ലീഗിലെ ആൾക്കാർ തന്നെയാണ്. മിസ്റ്റർ തങ്കച്ചൻ, ഗോപാലകൃഷ്ണൻ, മിസ്റ്റർ ടോമി ആൻഡ് മിസ്റ്റർ രവീന്ദ്രൻ, ഇവരെയും ഈ ലീഗിൻ്റെ പേരുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊണ്ടിട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ ലീഗിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കൂടെ. അത് പലരും വിചാരിക്കുന്ന മറന്നുപോയിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാ മീഡിയ പബ്ലിസിറ്റിക്കും, ഫേസ്ബുക്കിലാണെങ്കിലും ശരി, അതേപോലെ തന്നെ ഹൈവിഷനിലും എല്ലാം നമ്മുടെ ഫോട്ടോ സഹിതം എല്ലാ വിശദമായി നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ KP തോമസ്. അദ്ദേഹത്തെ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതുകൂടാതെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും കുറച്ച് പേര് മിസ്സിംഗ് ആണെന്നാണ് തോന്നുന്നത്. മഴ മൂലമായിരിക്കാം ഒരുപക്ഷെ വരാതിരുന്നത്. അവരെയും അത്രയും കാലത്തിൽ കഷ്ടത്തിൽ ഞങ്ങളുടെ ഇവിടെ വന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുകയും ഞങ്ങളെ പ്രോഗ്രാമെല്ലാം ആസ്വദിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. അതേപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന റോബിൻസ് ഹോട്ടലാണ്. അതിനുവേണ്ടി വർക്ക് ചെയ്ത എല്ലാ ആൾക്കാരെയും, റോബിൻസ് ഹോട്ടലിലെയും അതിനുവേണ്ടി അറേഞ്ച് ചെയ്ത ലൈറ്റ്, അതുപോലെ ഫുഡ് ഇതെല്ലാം അവരാണ് അറേഞ്ച് ചെയ്ത്. അവരെയും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്. വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധിതരംഗ തവ ശുഭ നാമേ ജാഗേ തവ ശുഭാശിഷ മാഗേ ഗാഗേ തവ ജയ ഗാഥ जनगण मंगलदायक जय हे भरत भाग्य विदाता जय हे जय हे जय हे जय 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 हे. മീറ്റിംഗ് അഡ്ജേർഡ്. അതിന് പോകൽ റെഡി ആയിട്ടുണ്ട്. അതിനൊന്നിൽ അതിന് എന്നെ ഒരാൾ ഞാനിവിടെ ഓക്കെ സാറേ കുറച്ചങ്ങോട്ട് ഒരു ക്ലിക്ക് കൂടിയാണ് സൈഡിൽ അടിക്കാം ഫോട്ടോയുടെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ കുറച്ചുകൂടി കുറവ്
ഓക്കെ. നമ്മൾ വീഡിയോയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തന്നെ നമ്മൾ എടുക്കല്. ഞാനിപ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ കാട്ടില്ല. അതിന് ഫോൺ വിളിച്ചാൽ കിട്ടുക അതിലേ ഉള്ളൂ.